തമ്പുരാനെ ഒന്ന് കാണാമെന്നാണ്. എനിക്ക് തമ്പുരാനോടായി മാത്രം ചിലത് പറയാനുണ്ടേ, കേൾക്കാൻ മനസ്സുണ്ടാവണം. എന്റെ പൊന്നാദി, ഞങ്ങള് നല്ല ടയർഡാണ്. ആദ്യം ചെല്ല്, നമുക്ക് പിന്നെ സംസാരിക്കാം. എന്റെ ചുരുക്കം ചില സെൻസിബിൾ ഫ്രണ്ട്സിൽ ഒരാളാണ് നീ. നിനക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങളിപ്പോ വരാം. ഇപ്പൊ എന്നെ ഈ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തിയ ചില കമ്മിറ്റ്മെന്റ്സ് ഉം. എല്ലാം കഴിയുന്ന ഒരു ദിവസം വന്നാൽ ഞാൻ ഇവിടം വിടുമായിരിക്കും. ഉം. പക്ഷെ അന്ന് എന്റെ ഇടം കൈയിൽ ഒരു പെൺകുട്ടിയുടെ വലം കൈ ഉണ്ടാവും. എനിക്ക് വ്യക്തമായില്ല. I am in love, നയൻ. ആദി, പോടാ. അനുഭവം കൊണ്ട് പറയുന്നതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അവളോട് പോയി പറഞ്ഞു. അവൾ അറിയാതെ ഞാൻ അവളെ സ്നേഹിക്കുന്നു നയൻ, പ്രേമിക്കുന്നു. നോ, സച്ചിനെ പതി നിർത്ത്. അവളെയാണ് ഞാൻ ഇന്ന് എന്നെക്കാളും സ്നേഹിക്കുന്നത്. മനസ്സിലായി, എനിക്ക് തന്നെ ഇഷ്ടമല്ല. നിന്റെ ഈ ക്യാരക്ടർ, ഈ ഫ്രാങ്ക്നെസ് ഞാൻ ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നു. ഐ റിയലി ലൈക്ക് ഇറ്റ്. എടോ, എനിക്ക് തന്നെ ഇഷ്ടമല്ല, അത്ര തന്നെ. ഒരർത്ഥത്തിൽ അത് വെറും പ്രേമവും പ്രണയവും മാത്രമല്ല, ആരും തുണയില്ലാത്തൊരു പാവം പെൺകുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള തീരുമാനം. ആദിക്ക് എന്താ തലയ്ക്ക് സുഖമില്ലേ? എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട് കിടത്തിയ മറ്റൊരു ജഗന്നാഥനുണ്ട്, മുറിവേറ്റ മൃഗം. അതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ശ്രമിക്കുന്നത് അവരവരുടെ കുഴികുത്തലായി തീരും. കാർത്തിക, എന്താണ് ആദിയുടെ കോമഡി സ്കിറ്റ് ആരും പറഞ്ഞില്ലല്ലോ. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യം വരില്ല. ഒരറ്റത്തുനിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല. പൊളിച്ചടുക്കും പലതും. ഒച്ചയമ്പോളം ഉണ്ടാക്കാണ്ട് പോടാ ഇറങ്ങി. സച്ചിനെ നിർത്ത്. അമ്മാടി, അവ എടുക്കറാടാ യൂട്ട്. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. അശൂ, ആദിക്കുട്ട, അയ്യോ മമ്മിനോടൊന്നും പോയി പറഞ്ഞേക്കല്ലേ. മതി. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ്. എന്റെ പൊന്നത്, ഞങ്ങൾ സ്കൂൾ ടൈമിൽ വിട്ടാതെയാ എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. വെരി ഫണ്ണി.